നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാസക്കൊരു ലോട്ടറി അല്ലേ മാർക്കസ് റാഷ്ഫോർഡ് എന്നിപ്പോൾ ആരാധകർ ചിന്തിച്ചു തുടങ്ങുന്നു. കാരണം മികച്ച പ്രകടനം താരം തുടരുകയാണ്. ഇപ്പോൾ ഇന്നലെ 2-4 ബാഴ്സലോണ സെൽറ്റ വിഗോയെ പരാജയപ്പെടുത്തുമ്പോൾ മുന്നേറ്റ നിരയിൽ അവനുണ്ടായിരുന്നു, റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു. 2 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. മിന്നും പ്രകടനം നടത്തിയ താരം അതിൻ്റെ വലിയ സന്തോഷത്തിലുമാണ്. കളിക്ക് ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നലത്തെ പ്രകടനം എന്ന് പറഞ്ഞാൽ അവൻ്റെ വക 2 അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. 2 കീ പാസുകൾ കൊടുത്തു. 6 ക്രോസുകൾ കൊടുത്തതിൽ 3 ലക്ഷ്യത്തിലേക്കെത്തി. 88% പാസിംഗ് ആക്യുറസി. ഓപ്പോസിഷൻ ഹാഫിൽ 79% ആക്യുറസി. അങ്ങനെ മികച്ച പ്രകടനം തന്നെ അവൻ നടത്തി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. കളിക്ക് ശേഷം അവൻ പറയുന്നുണ്ട്, ഇന്നത്തെ എൻ്റെ ആദ്യ അസിസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ചതായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ കോച്ചിൻ്റെ പ്ലാനുകളോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു പോവുക. കോച്ച് എപ്പോഴും പറഞ്ഞ ടീമിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ഹൈലൈൻ ഡിഫൻസൊക്കെ കളിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു പോവുക, ബാക്കി റിസൾട്ട് താനെ വരും എന്നാണിപ്പോൾ റാഷ്ഫോർഡ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദിസ് സീസൺ എന്ന് ഞാൻ പറയും. ഞാൻ അതിനെക്കുറിച്ച് വലിയ സന്തോഷത്തിലാണ്. പിന്നെ മറ്റ് അസിസ്റ്റുകളും വന്നു. ഏതായാലും ഐ ഫീൽ ഗ്രേറ്റ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് എൻ്റെ പെർഫോമൻസിലും ടീമിൻ്റെ പെർഫോമൻസിലും. കോച്ച് എല്ലായ്പ്പോഴും ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണെന്ന്. ഡിഫെൻഡിങ് വിത്ത് എ ഹൈ ലൈൻ ആൻഡ് ഹൈ പ്രസ്സിങ്, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അത് ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ എല്ലായ്പ്പോഴും ആ ഒരു പ്ലാനിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് റിസൾട്ട് എന്താണെന്നുള്ളതല്ല. ആസ് എ പ്ലെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. ഈ മത്സരം ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ ഡെലിവർ ചെയ്ത് വിജയിക്കാനാണ് ശ്രമിച്ചത്. അത് സാധിച്ചിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് കൂടുതൽ ബെറ്റർ ആയിരുന്നു. ടീം എന്ന നിലയിൽ ഞങ്ങൾ കൂടുതൽ കൊഹേസീവ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കളിച്ചത് എന്നുകൂടി റാഷ്ഫോർഡ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.